ലിഥിയയിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം അവൾ സംസാരിക്കുകയായിരുന്നില്ല, പകരം പ്രവർത്തിക്കുകയായിരുന്നു. തൻ്റെ വിശ്വാസവും കരുണയും എല്ലാം വീതിച്ച് നൽകി ലിഥിയ തൻ്റെ ജീവിതം കർത്താവിൽ അർപ്പിച്ചു. അത്തരത്തിൽ അശരണർക്ക് ക്രിസ്തുവിലേക്കുള്ള വഴി തെളിച്ച ഒരു ലിഥിയയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. പ്രൊഫസർ എലിസബത്ത് മാത്യു. ടീച്ചർക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സത്യത്തിൽ ടീച്ചറിനെ ശരിക്കും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. കാരണം ടീച്ചറിൻ്റെ മേൽവിലാസത്തിനോടൊപ്പം ഉള്ള ടീച്ചറിൻ്റെ ഓരോ മേഖലകളിലെ പ്രവർത്തനങ്ങളും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. പക്ഷേ അറിയാത്തവർക്കായിട്ട് ടീച്ചറിനെ തന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് എലിസബത്ത് മാത്യു. ഞാൻ തൃശ്ശൂർ വിമല കോളേജിൽ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപികയായും തുടർന്ന് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റായും 34 വർഷം സേവനം ചെയ്തു. എൻ്റെ ഹസ്ബൻ്റെ പേര് തോമസ് മാത്യു. ആൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പം അതിരൂപതയുടെ കീഴിലുള്ള ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ജോലി നോക്കുന്നു. 2 മക്കളാണുള്ളത്, മകനും മകളും. ടീച്ചർ ഒരു ലിഥിയ ലൈഫ് ആരംഭിച്ചത് മാരീഡിന് ശേഷമാണോ, അതോ അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ശുശ്രൂഷ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിരുന്നോ? ലിഥിയ ലൈഫ് ആരംഭിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അതിനൊരു വഴികാട്ടിയായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്പം മുതലേ എനിക്ക് ഓർമ്മയുള്ള നാൾ മുതൽ ഞങ്ങൾ 5 പെൺകുട്ടികളാണ് വീട്ടിൽ. ഇപ്പം അപ്പനും അമ്മയും ഞങ്ങൾ 5 മക്കളും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുമായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്തൊരു കോൺവെൻ്റ് ഉണ്ട്, ആ കോൺവെൻറ്റിൽ പള്ളിയിൽ പോകുമായിരുന്നു ഞങ്ങൾ. പിന്നെ മാതാപിതാക്കളാണെങ്കിലും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അപ്പനും അമ്മയൊക്കെ ഈ പാവങ്ങളൊക്കെ വരുവാണെങ്കിൽ അവരുടെ സമീപനവും, പിന്നെ എല്ലാ വർഷവും ഈ മാർച്ച് 19-ാം തീയതി ഒരപ്പനെയും ഒരമ്മയ്ക്കും ഒരു കുട്ടിയെയും വീട്ടിൽ വിളിച്ച് ഞങ്ങളോടൊപ്പം അവർക്ക് ചോറ് കൊടുക്കുകയും അവർക്ക് പുതുവസ്ത്രങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടാണ് വളർന്നിരിക്കുന്നത്. അന്നേരം അതെന്നെ കുറേയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാരേജ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ 5 പെൺകുട്ടികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്തിരി സ്ട്രിക്റ്റിൽ ഒതുങ്ങിയ ലൈഫായിരുന്നു. വിവാഹത്തിന് ശേഷം ഹസ്ബൻഡ് എനിക്ക് എല്ലാ കാര്യത്തിനും ഫുൾ ഫ്രീഡം തന്നെന്ന് പറയാം. പൊതുപ്രവർത്തനത്തിനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഹസ്ബൻഡ് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരുന്നു. അന്നേരം ഹസ്ബൻഡും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഹസ്ബൻഡ് അമ്മ മറ്റുള്ളവരോട് ഭയങ്കര കാരുണ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അന്നേരം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. പക്ഷേ ഹസ്ബൻഡ് അമ്മ കാണാനായിട്ട് ഒരുപാട് പാവപ്പെട്ടവർ വീട്ടിൽ വരുമായിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പറയുമായിരുന്നു. അമ്മച്ചിയെ കൊണ്ട് സഹായിക്കാവുന്ന ഹെൽപ്പൊക്കെ അമ്മച്ചി ചെയ്യുമായിരുന്നു. ഹസ്ബൻഡും അതുപോലെ തന്നെയായിരുന്നു. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ ഒരു മുൻപന്തിയിലായിരുന്ന ആൾ. അതൊക്കെ എന്നെ വളരെയേറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒന്നും ഞാൻ ഇങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ അന്നത്തെ വികാരി അച്ഛൻ്റെ ഒരു പ്രസംഗമാണ് എന്നെ ലിഥിയയും അപ്പസ്തോലൻ പൗലോസ് അപ്പസ്തോലൻ പെട്ടെന്നാണ് ഇങ്ങനെയൊരു മാനസാന്തരത്തിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ ആ ഒരു പ്രസംഗം ടീച്ചർ പറഞ്ഞായിരുന്നു, ആ ഒരു പ്രസംഗമാണ് ടീച്ചറിനെ ഇങ്ങനെ ഒരു ലിഥിയാക്കി മാറ്റിയത്. സത്യത്തിൽ അന്നത്തെ ഒരു വികാരി അച്ഛൻ ലോറൻസ് ഒലക്കേങ്കൽ അച്ഛൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ പ്രസംഗത്തിൽ ഞങ്ങൾ സ്ത്രീകളെ മൊത്തം ചീത്ത വിളിച്ചു. സത്യം പറഞ്ഞാൽ ചീത്ത വിളിക്കാൻ, ഇവിടെ കുറേ പെണ്ണുങ്ങളുണ്ട്, ഒരു കാര്യത്തിനും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത വിളിച്ചു. പക്ഷേ പള്ളി കഴിഞ്ഞ് ഇറങ്ങിയപ്പം പെണ്ണുങ്ങൾക്കൊക്കെ അത് കേട്ടപ്പം ദേഷ്യമായിരുന്നു. അച്ഛൻ എന്തിനപ്പോൾ എല്ലാവരുടെയും മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അത് തട്ടി. ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, അച്ഛൻ പറയുന്നത് ശരിയാണല്ലോ, കാര്യം വീട്ടിൽ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കണം, കോളേജിൽ പോകണം. പക്ഷേ ഞാൻ വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് സമയം പൊതുപ്രവർത്തനത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് ചിലവാക്കാൻ പറ്റില്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന് അതാണ് എന്നെ പൊതുപ്രവർത്തനത്തിലേക്ക് ഉള്ള തുടക്കം. അങ്ങനെ ഞാൻ ഇടവകയിൽ ശരിക്കും പറഞ്ഞാൽ മാതൃസംഘം, ഇപ്പം മാതൃവേദി എന്നാണ് പറയുന്നത്, മാതൃസംഘത്തിലെ അംഗമായി ചേർന്ന് അന്ന് തന്നെ എന്നെ ഒരു ഭാരവാഹിയാക്കി. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പം അതിരൂപത തലത്തിൽ ജനറൽ ബോഡിക്ക് പോയി. അവിടെ വെച്ച് ഞാൻ മാതൃസംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ എന്നെ വളർത്തിയത് മാതൃസംഘമാണ് എന്നെ വളർത്തിയത്. ടീച്ചറിനെ എപ്പോഴെങ്കിലും ലിഥിയയായി മാറുവാനായിട്ട് അല്ലെങ്കിൽ ലിഥിയയിലേക്ക് എത്തപ്പെടാനായിട്ട് വൈകിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ടോ?
ചെറുപ്പത്തിലെ തന്നെ ഇതിനെ ഇറങ്ങി തിരിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അതെ, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു കുറവ് ടീച്ചറിന്റെ മക്കളിലൂടെ നികത്തി എടുക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് ഞാൻ അത് കുറേയൊക്കെ പകർന്നു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ മക്കളുടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 പേരും കാലിഫോർണിയയിലാണ്, അവിടെ ജോലി ചെയ്യുകയാണ്. അന്നേരം നമുക്കറിയാമല്ലോ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര തിരക്കുള്ള ജീവിതമാണ്. പക്ഷേ അതിനിടയിലും അവർ 2 പേരും പള്ളിയുടെ കാര്യങ്ങൾക്കാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അവർ സമയം കണ്ടെത്തുന്നുണ്ട്. ഇപ്പം മകനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പള്ളിയിൽ സീറോ മലബാർ ചർച്ചിലെ കൈക്കാരനാണ് അവൻ്റെ ഭാര്യ അവിടെ മതാധ്യാപികയാണ്. അവരുടെ പള്ളിയിലെ പ്രതിനിധി യോഗത്തിലെ അംഗമാണ്. അതുപോലെ തന്നെ കാറ്റഗിസം പഠിപ്പിക്കുന്നുമുണ്ട്. ഹസ്ബൻഡും ഏതൊക്കെയോ ശുശ്രൂഷയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതൊക്കെയാണ് എന്നൊന്ന് പറയാം. ഹസ്ബൻഡ് പള്ളിയിലെ പ്രവർത്തനങ്ങളുണ്ട്. പള്ളിയിലെ കൈക്കാരനായിരുന്നു. പിന്നെ രൂപതയിൽ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ സെക്രട്ടറി ആയിരുന്ന സമയത്തൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കോളേജിലാണെങ്കിലും ഹസ്ബൻഡ് ഞങ്ങൾ 2 പേരും കൗൺസിലേഴ്സ് ഒന്നും അല്ല, എങ്കിൽ കൂടെ കോളേജിൽ കുട്ടികൾക്ക് അവരെ വഴിതെറ്റിപ്പോകുന്ന കാണുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഹസ്ബൻഡ് വിളിച്ച് അവരെ ഉപദേശിക്കാറും അവർക്ക് വേണ്ട അഡ്വൈസ് കൊടുക്കാറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ ഹസ്ബൻഡ് സ്വന്തം കാര്യം മാറ്റിവെച്ചിട്ട് അവരെ സഹായിക്കുമായിരുന്നു. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആരായിരുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ അത്രത്തോളം തന്നെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ് ആരാണ് എന്നുള്ളൊരു കാര്യത്തിലും. പക്ഷേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ ആരായിരുന്നെങ്കിലും കല്യാണശേഷം ആരാണ് എന്ന് പറയാൻ മിക്ക വ്യക്തികളിലും തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാവത്തില്ല. കാരണം അവരിലൊരു ഒരുപക്ഷെ ഒരു പാട്ടുകാരിയായിരിക്കാം, അല്ലെങ്കിൽ ശുശ്രൂഷ കാര്യങ്ങളിലാണെങ്കിൽ ഒരുപാട് പ്രവർത്തിക്കുന്ന ആളായിരിക്കും. പക്ഷേ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് എങ്ങനെയാണോ വിവാഹശേഷം അതിനെ അടിസ്ഥാനമായിട്ടായിരിക്കും അവൾ എന്താണ് അല്ലെങ്കിൽ ആരാണ് എന്നായിത്തീരുന്നത്. പക്ഷേ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ വിവാഹത്തിന് മുൻപ് ആരുമായിരുന്നില്ല, ആരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. കല്യാണശേഷം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി. ടീച്ചറിൻ്റെ ഹസ്ബൻഡിൽ നിന്നും കിട്ടിയ ഒരു ഫുൾ സപ്പോർട്ടാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ശരിക്കും ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിന് ശേഷം ഞാനൊരു കുടുംബിനിയായിട്ടും ഒരു അധ്യാപികയായിട്ടും അങ്ങനെ വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിയുമായിരുന്നു. അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു അച്ഛൻ്റെ പ്രസംഗമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നതെന്ന്. പക്ഷേ എന്നാലും ഞാൻ അത് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പ്രവർത്തനത്തൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ആരെങ്കിലും എന്നെ ഒരു പ്രസംഗത്തിന് വിളിക്കുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവ് പറഞ്ഞ് ഞാൻ ഒഴിവാകാനാണ് നോക്കാറുള്ളത്. പക്ഷേ ഹസ്ബൻഡ് അങ്ങനെയല്ല, എന്താണേലും പോകണം, ഞാൻ പോയിൻറ്റ്സ് പറഞ്ഞു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പോൾ മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിക്കഴിയുമ്പം എല്ലാ ആഴ്ചയും തന്നെ ഏതെങ്കിലും പള്ളികളിൽ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ പാരിഷ് ഡേക്ക് ആശംസ പറയാനോ അല്ലെങ്കിൽ മാതൃസംഘത്തിൻ്റെ മീറ്റിങ്ങിൽ പ്രസംഗിക്കാനൊക്കെ പോകേണ്ടി വരുമായിരുന്നു. അന്നേരം യാത്ര ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നു. അന്നേരം ഹസ്ബൻഡ് അതുവരെ ഞങ്ങൾക്ക് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അന്നേരം ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സൗകര്യം പ്രമാണിച്ച് എന്നെ പ്രതി മാത്രം ഒരു കാറ് വാങ്ങിച്ചാൽ തന്ന്. എന്നിട്ട് പിന്നെ ഏതാണ്ട് ഒരു 10 വർഷത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ മാതൃസംഘത്തിൻ്റെ അന്ന് ഫാമിലി അപ്പോസ്റ്റലേറ്റിന് വണ്ടിയൊന്നുമില്ല, സ്വന്തമായിട്ട് വണ്ടി ഉണ്ടായിരുന്നില്ല. എൻ്റെ വണ്ടിയിലായിരുന്നു ഞങ്ങൾ മാതൃസംഘത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഡയറക്ടർ അച്ഛനാണെങ്കിലും മറ്റു ഭാരവാഹികളാണെങ്കിലും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ എൻ്റെ വണ്ടിയിൽ ആശ്രയിച്ചായിരുന്നു ഇരുന്നിരുന്നത്. അന്നേരം പക്ഷേ ഹസ്ബൻഡ് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ വേറെ എന്തെങ്കിലും കാര്യത്തിന് അത്യാവശ്യമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ ഹസ്ബൻഡ് അതൊന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. എനിക്ക് ഫുൾ സപ്പോർട്ടും തരുമായിരുന്നു. ടീച്ചർ ശുശ്രൂഷ മേഖലയിലേക്ക് കടക്കുന്നതിന് മുൻപ്, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് യാതൊരു തരത്തിലുള്ള സോഷ്യൽ പരമായ യാതൊരു കാര്യങ്ങളിലും ടീച്ചർ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നില്ല, പ്രാസംഗികയായിരുന്നില്ല. ഇപ്പോഴും ടീച്ചർ പറയാറുണ്ട് ഒരുപാട് പേടിയായിരുന്നു പ്രസംഗിക്കാനും സംസാരിക്കാനും ഒക്കെ. കൗൺസിലർ അല്ലെങ്കിലും ഒരു കൗൺസിലറായി മാറി. അപ്പം അതൊക്കെ എങ്ങനെയാണ് അതിലേക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ മാതൃസംഘമാണ് എന്നെ ഇന്നത്തെ ഞാനാക്കിയത്. മാതൃസംഘത്തിലൂടെ എനിക്ക് ഒരുപാട് അമ്മമാരെ പരിചയപ്പെടാനും അവരോട് ഇടപഴകാനും അവരുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ മാതൃസംഘത്തിൻ്റെ പ്രസിഡന്റ് അല്ല, പക്ഷേ ഇപ്പോഴും പഴയ അമ്മമാർ അവർക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പോലും വരുമ്പോൾ എന്നെ വിളിക്കും, എൻ്റെ അഡ്വൈസ് ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല ഞാനൊരു കൗൺസിലർ ഒന്നും അല്ല, എങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ശരിക്കും ഒരു വഴിത്തിരിവായിരുന്നു അത്. ടീച്ചർ ശരിക്കും ഈ ഒരു പ്രൊഫഷണൽ ജീവിതവും അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രൊഫഷനും കുടുംബജീവിതവും മാത്രമായിട്ട് ഒതുങ്ങിക്കൂടിയ ഒരു വ്യക്തി പെട്ടെന്ന് ശുശ്രൂഷയിലേക്ക്
കടന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് ഇൻസിഡൻസ്, പ്രത്യേകിച്ച് ഫാമിലിയിൽ നിന്നും അധികം കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് പുറത്തുനിന്നാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നാണെങ്കിലും അങ്ങനെ മനസ്സിൽ തട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ടീച്ചറിന് ഇപ്പോൾ ഓർമ്മയിൽ വരുന്നുണ്ട്? ഫാമിലിയിൽ നിന്ന് എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. പക്ഷേ പുറമേ നിന്നൊക്കെ പ്രത്യേകിച്ച് മറ്റ് അതിരൂപതയിലെ മാതൃസംഘത്തിലെ സാധാരണ അമ്മമാരിൽ നിന്നൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. അതിപ്പോഴും എന്നെ മിസ് ഇനിയും വന്നാണ് എന്നോട് പറയുന്നത്, മാതൃസംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് വരാനാണ് പറയുന്നത്. പക്ഷേ ചിലരെങ്കിലും പറയാറുണ്ട് ഇത് ഒരു തെക്കത്തിലേ വന്നിരിക്കുന്നു, ഇവിടെ ആളില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ സംസാരം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കോളേജിലാണെങ്കിലും മറ്റ് സ്റ്റാഫൊക്കെ ചിലരെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് വീട്ടിലെങ്ങാനും ഇരുന്നാൽ പോലെ ഇവിടെ പഠിപ്പിച്ച് വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞാൽ പോലെ എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുകയും ശരി നെഗറ്റീവായിട്ടൊക്കെ സംസാരിക്കുകയും പ്രവർത്തനങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ അത് പിന്തിരിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവർ ഇപ്പോൾ എല്ലാവരും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൊഫഷണലി ടീച്ചർ റിട്ടയർ ആയെങ്കിലും ടീച്ചറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ടീച്ചർ വളരെ ആക്റ്റീവായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് മേഖലയിലൂടെ ടീച്ചറിൻ്റെ ശുശ്രൂഷ ജീവിതം നയിക്കുന്നുണ്ട്. ആ മേഖലകൾ ഏതൊക്കെയാണ്, ശുശ്രൂഷ ജീവിതം നയിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? തൃശ്ശൂർ അതിരൂപതയിലെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ സെക്രട്ടേറിയറ്റ് ആയിട്ടുള്ള സാന്ത്വനം, പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിരൂപത വിമൻസ് കമ്മീഷൻ്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ജയിൽ മോചിതരായവരെ പുനരധിവസിപ്പിക്കുന്ന വെട്ടുകാട് സ്നേഹാശ്രമത്തിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പേര് കൂടി പാവപ്പെട്ട രോഗികളെക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുന്ന അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു തുടങ്ങിയിട്ടുണ്ട്, അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ ശുശ്രൂഷ മേഖലകളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സാന്ത്വനം എന്നൊരു മേഖല. അതിൽ ഒരുപാട് കാര്യങ്ങൾ ശുശ്രൂഷയായിട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുന്നുമുണ്ട്. എന്താണ് ഈ സാന്ത്വനം എന്നൊരു മേഖല, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് വിശദീകരിക്കാം? സാന്ത്വനം എന്ന് പറയുന്നത് നമ്മുടെ അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അതിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു സെക്രട്ടേറിയറ്റ് എന്ന് പറയാം ഈ സാന്ത്വനം എന്ന് പറയുന്നത്. സാന്ത്വനത്തിൻ്റെ കീഴിൽ കുറേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. അതിന് പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വന്തമായിട്ട് സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ സ്ഥലം കൊടുത്ത് പിന്നെ അവർക്ക് വീട് വെച്ച് കൊടുക്കും. പിന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനരഹിതർക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ തീരെ പാവങ്ങളായിട്ടുള്ളവരെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള പദ്ധതിയുണ്ട്, സേവ് എ ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതിയുണ്ട്. പിന്നെ അതിൻ്റെ കീഴിൽ ഇതിലുള്ള ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്, ഒരു ക്രെഡിറ്റ് യൂണിയനാണ് സ്നേഹനിധി എന്ന് പറയുന്നത്. സ്നേഹനിധിയുടെ അതിരൂപത പ്രസിഡൻ്റാണ് ഞാൻ. അതുപോലെ തന്നെ ഈ സാന്ത്വനത്തിൻ്റെ കഴിഞ്ഞ 13 വർഷമായിട്ട് സാന്ത്വനത്തിൻ്റെ ഗവേണിംഗ് ബോഡി മെമ്പറുമാണ് ഞാൻ. നേരം നമ്മൾ കുറേയേറെ കാര്യങ്ങൾ ഈ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സാന്ത്വനം ചെയ്തിട്ടുണ്ട്. പലരുടെയും വീടുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആലപ്പാടൊക്കെ അടുത്തുള്ള പുള്ളെന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പേരുടെ വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നേരം നമ്മൾ അവർക്കൊക്കെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെമ്പററി ആയിട്ടുള്ള വീടുകൾ വെച്ച് കൊടുത്തു. പിന്നെ അവരുടെ വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചുപോയ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ പുതിയ വീട്ടുപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വസ്ത്രങ്ങൾ കംപ്ലീറ്റ് എല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്കൊക്കെ പഴയ വസ്ത്രങ്ങളല്ല പുതിയ വസ്ത്രങ്ങൾ നമ്മൾ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഫ്ലഡിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴും വീട് വെച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മൾ. അതിൻ്റെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. പിന്നെ ക്യാൻസറിനെതിരെ പോരാടുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള സ്കൂൾ കുട്ടികളുടെ ഒരു സംഘടനയുണ്ട്, ലാവൻഡർ ആർമി എന്നാണ് പറയുന്നത്. അതുമായിട്ടും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ജയിൽ മോചിതരായവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ശുശ്രൂഷ ടീച്ചർ ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങളാണ്? കൂടുതൽ ആളുകൾക്ക് അറിയില്ല അതെന്താണെന്നുള്ളത്. അപ്പോൾ എന്താണ് അതിൽ എന്താണെന്ന് ചോദിച്ചാൽ KCBCയുടെ കീഴിൽ ജയിൽ മോചിതരായവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി, അപ്പോൾ നമുക്കറിയാമല്ലോ ഈ ജയിലിൽ നിന്ന് വന്നവരെ സ്വീകരിക്കാൻ സ്വന്തം വീട്ടുകാർ പോലും തയ്യാറല്ല. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ. അവരുടെ വീട്ടിൽ കയറ്റില്ല, അവർക്ക് എന്തോ ഒരു അലർജി മാതിരിയായി ഇവരെ. അങ്ങനെയുള്ളവരെയൊക്കെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ജീസസ് ഫ്രറ്റേണിറ്റിയുടെ കീഴിൽ തുടങ്ങിയ ഒരു ഒരു പ്രസ്ഥാനമാണ് ഈ വെട്ടുകാടുള്ള സ്നേഹാശ്രമം എന്ന് പറയുന്നത്. ആ സ്നേഹാശ്രമത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് ഇൻവോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ശരിക്കും അവരുടെ വീട് മിസ് ചെയ്യുന്നത് നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അന്നേരം അതിൽ ഒരംഗം പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ പോലും, ഞാൻ അവരെയൊക്കെ മോനെ വിളിക്കാറുള്ളൂ. അന്നേരം അതിലൊരു ഹരി എന്ന് പറയുന്ന ഒരു ജയിൽ മോചിതനായിട്ടൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ പറയുമായിരുന്നു, എൻ്റെ അമ്മ പോലും എന്നെ ഇത്ര സ്നേഹത്തോടെ മോനേന്ന് വിളിച്ചിട്ടില്ലെന്ന് പറയും. അന്നേരം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു അത് അങ്ങനെ പറഞ്ഞപ്പോൾ. ശരിക്കും
പറയുകയാണെങ്കിൽ അവർക്കൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. വെച്ചാൽ അവർക്ക് വീട്ടിൽ നിന്നൊന്നും സ്നേഹമേ കിട്ടിയിട്ടില്ല. അവർ ജയിലിൽ വരാനുള്ളതിൻ്റെ ഒരു കാരണം തന്നെ അതാണ്. അവർക്ക് വീട്ടിൽ നിന്ന് വേണ്ട സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അന്നേരം അവർക്ക് എന്നെ താല്പര്യമായിരുന്നു. അവരെന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളിൽ ടീച്ചർ ശുശ്രൂഷ ജീവിതം നയിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ ടീച്ചർ ഒരുപാട് പദവികൾ അലങ്കരിക്കുന്നുമുണ്ട് ശുശ്രൂഷ മേഖലയിലൂടെ തന്നെ. പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്നൊരു സംഘടനയിലും ടീച്ചർ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ടീച്ചറിൻ്റെ ഒരു സാന്നിധ്യം അല്ലെ ടീച്ചറിൻ്റെ ഒരു സംഭാവന ഈ ഓരോ സംഘടനകളിലും എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിക്കാമോ? ഞാൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിൽ അതിൽ ഞാൻ വോളണ്ടിയറായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, റിട്ടയർ ചെയ്ത ആൾക്കാർ, നേഴ്സുമാർ, ഇതുപോലെ ഞങ്ങളെപ്പോലെ കുറേ വോളണ്ടിയേഴ്സ്, അവരൊക്കെ റിട്ടയർ ചെയ്തവരായിരിക്കും കൂടുതൽ പേരും. അന്നേരം ഓരോരുത്തരും അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സാണെങ്കിൽ രോഗികളെ പരിശോധിക്കും, നേഴ്സുമാരാണെങ്കിൽ അവർക്ക് മറ്റ് ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇപ്പം ഞങ്ങളുടെ സാധാരണ വോളണ്ടിയേഴ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ രജിസ്ട്രേഷൻ്റെ അവിടെ ചില ദിവസം ഇരിക്കും. അന്നേരം ഏതെങ്കിലും രോഗികൾ വരുമ്പോൾ അവരുടെ രോഗവിവരങ്ങളൊക്കെ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് നമ്മളതൊക്കെ ചോദിച്ചെഴുതിയെടുക്കും. പിന്നെ ചിലർക്ക് വരുമ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അവരുടെ വിഷമങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാകും. രോഗവിവരങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഒരുപാട് വിഷമങ്ങൾ പറയും. പ്രത്യേകിച്ച് രോഗികളുടെ കൂടെ വരുന്നവർക്കാണ് അതിനെക്കാട്ടിലും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് മിക്കവാറും അവരായിരിക്കും. അന്നേരം അവരുടെ വിഷമങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നിട്ട് നമ്മളാൽ കഴിയുന്ന നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ചിലർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ കിറ്റ് കൊടുക്കും. അരിയും മറ്റു പലചരക്ക് സാധനങ്ങളും എല്ലാം ആയിട്ടുള്ള കിറ്റ് കൊടുക്കും. പിന്നെ വസ്ത്രമില്ലാത്തവർക്ക് നമ്മൾ സാരിയും അങ്ങനെയുള്ള മുണ്ട്, ഷർട്ട്, അങ്ങനെയുള്ള തോർത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. പിന്നെ ചില രോഗികൾ കിടപ്പ് രോഗികളായിരിക്കും. അന്നേരം അവർക്ക് അവിടെ വരാൻ സാധിക്കുകയില്ല, ക്ലിനിക്കിൽ വരാൻ സാധിക്കില്ല. അന്നേരം നമ്മളെന്തെന്ന് ചോദിച്ചാൽ ഹോം കെയർ എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. അന്നേരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വണ്ടിയിൽ നമ്മൾ ഡോക്ടറും നേഴ്സും പിന്നെ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും കൂടെ പോയിട്ട് രോഗികളുടെ വീട്ടിൽ പോയി അവർക്ക് വേണ്ട ചിലപ്പോൾ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കണമായിരിക്കും, ചിലപ്പം കത്തീറ്റർ മാറ്റേണ്ടി വരുമായിരിക്കും. അങ്ങനെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. അതൊക്കെയാണ് പിന്നെ അവർക്ക് മരുന്ന് അവിടെ എല്ലാം ഫ്രീ ആണ്. നമ്മൾ പൈസയെ കൊടുക്കണ്ട, മരുന്നെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും അവിടെ. അതുപോലെ തന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ ക്യാൻസർ രോഗികൾ മാത്രമല്ല കിഡ്നി രോഗികൾക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കിഡ്നി പേഷ്യൻറ്റിനാണെങ്കിൽ മരുന്നുകൾക്ക് ഭയങ്കര വിലയാണ്, അവർക്കത് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അന്നേരം അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കാറുണ്ട്. പൊതുവായി വരുന്ന ചില വിമർശനങ്ങളിൽ വരുന്ന ഒരു ടോപ്പിക്കിൽ പെടുന്ന ഒന്ന് തന്നെയാണ് സഭ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യം. പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന തന്നെ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനയിലെ ഒരു വലിയ ഒരു സാന്നിധ്യം ടീച്ചർ അതിലുണ്ട് താനും. കാരണം ഒരു 20 വർഷത്തോളമായിട്ട് ഈ ഒരു സംഘടനയിൽ ടീച്ചർ പ്രവർത്തിക്കുന്നുമുണ്ട്. ആ സംഘടന ഏതാണെന്നും അതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ടീച്ചറിൻ്റെ സാന്നിധ്യം അതിലെന്തൊക്കെയാണെന്നും ഒന്ന് വിശദീകരിക്കാമോ? സ്ത്രീകളുടെ വേണ്ടി മാത്രമായിട്ട് KCBC ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അത് വിമൻസ് കമ്മീഷനാണത്. അതിൻ്റെ അതിരൂപതയിലെ സെക്രട്ടറിയാണ് ഞാൻ. അന്നേരം വിമൻസ് കമ്മീഷൻ്റെ ഇതിലുള്ള പ്രവർത്തനം എന്ന് വെച്ചാൽ സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പ്രധാന ലക്ഷ്യം. അതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ആ പ്രശ്നത്തിന് നമ്മൾ അതിൽ പ്രതികരിക്കുക, അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തുക. അപ്പോൾ അതിൽ ഇടപെടേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ അതിൽ ഇടപെടും. പിന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ലീഗൽ അഡ്വൈസൊക്കെ ചിലപ്പം വേണ്ടി വരും. അങ്ങനെയൊക്കെ വേണ്ടി വരുവാണെങ്കിൽ നമ്മൾ അതിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മുടെ രൂപതയിൽ അഡ്വക്കേറ്റ്സ് ഫോറം എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്, ഒരു ഫോറം രൂപതയിലുണ്ട്, രൂപതയുടെ കീഴിലുണ്ട്. അന്നേരം അതിൽ അഡ്വക്കേറ്റ്സ് ഉണ്ട്, ലേഡി അഡ്വക്കേറ്റ്സ് ഉണ്ട്. അന്നേരം അവർ നമുക്ക് ഫ്രീ ആയിട്ട് വേണ്ട അഡ്വൈസൊക്കെ ചെയ്തു തരാറുണ്ട് നമുക്ക്. അന്നേരം നമ്മൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ ആ പ്രശ്നങ്ങൾ അതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആലോചിച്ച് നമ്മൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കാര്യങ്ങൾ വരുമ്പം അതിന് പ്രതിഷേധിക്കണമെങ്കിൽ നമ്മൾ പ്രതിഷേധിക്കാറുണ്ട്. അതിൽ ഇടപെടേണ്ടി വരുവാണെങ്കിൽ അതിൽ ഇടപെടാറുണ്ട്. നമ്മൾ അങ്ങനെ ഇടപെട്ട ഒരു പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇടപെട്ടതെന്ന് വെച്ചാൽ എനിക്കറിയാം, ഒരു സ്ത്രീ എൻ്റെ അടുക്ക വന്നു. ഞാൻ വിമൻസ് കമ്മീഷൻ്റെ സെക്രട്ടറി ആണെന്ന് അറിഞ്ഞിട്ട് വന്നതാണത്. അത് വന്നപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര കുടിയനാണ്. നേരം അതിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. നേരം അതിൽ രാത്രി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അയാളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. ഭാര്യയെ ഉപദ്രവിക്കുന്നത് മാത്രമല്ല മകളെയും ഉപദ്രവിക്കും. ചിലപ്പോൾ അയാൾ ഈ കുടിച്ചിട്ട് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കുടിച്ചിട്ട് വന്ന മനുഷ്യർക്ക് ഒരു ബോധവും കാണില്ലല്ലോ. നേരം അയാൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ചിലപ്പം ഭാര്യ ഉറങ്ങിക്കഴിയുമ്പോൾ മകളെ
കയറി പിടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അന്നേരം ആ മകളും എൻ്റെ അടുക്ക വന്ന് ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ആ മകളെ എൻ്റെ കോളേജിൽ പഠിക്കുമായിരുന്നു അന്ന്. അന്നേരം ആ മകളെ ഒരു ദിവസം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിസ്സേ എൻ്റെ കയ്യിൽ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് മിസ്സേ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് പഠിച്ചിട്ട് അടുത്ത റൂമിലേക്ക് വന്നിട്ട് ആ കുട്ടി കഥ അടയ്ക്കാൻ പോയി. ഞാൻ പറഞ്ഞു മോളെ കഥ ഒന്നും അടയ്ക്കേണ്ട, മോൾ എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞോളാം പറഞ്ഞു. അന്നേരം ഈ പറഞ്ഞ പോലെ ആ കുട്ടി എൻ്റെ തോളത്തോട്ട് കിടന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിക്കരഞ്ഞ്. അന്നേരം ഞാനൊന്നും മിണ്ടിയില്ല. ഞാനിങ്ങനെ അതിൻ്റെ പുറത്തിങ്ങനെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എന്താ പറ്റിയത് മോളെ, എന്താ കാര്യം, എന്താണെങ്കിലും എന്നോട് പറഞ്ഞു, ഞാൻ ആരോടും ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് പറയുക, അന്ന് ആ കുട്ടി എൻ്റെ അടുക്ക വന്ന ദിവസം രാത്രി ആ കുട്ടിയുടെ അച്ഛൻ പുറത്താണ്. അന്ന് രാത്രി അച്ഛൻ വരും. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ മിസ്സേ എനിക്ക് അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ചോദിച്ചാൽ എന്താ മോളെ കാര്യം എന്താ കാര്യം? എന്നേരം പറഞ്ഞു മിസ്സേ അച്ഛൻ കുടിച്ചിട്ട് വരും, കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛന് ഒരു ബോധവും ഇല്ല. അന്നേരം അമ്മ ക്ഷീണിച്ച് അച്ഛൻ്റെ അടിയും തൊഴിയൊക്കെ കൊണ്ട് ക്ഷീണിച്ച് കിടന്നുറങ്ങും. അത് കഴിയുമ്പോഴും എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പതുങ്ങി ഇവളുടെ അടുക്ക ചെന്നിട്ട് അന്നേരം ഇവൾ കരഞ്ഞിട്ട് ചോദിക്കും, അച്ഛാ ഞാൻ അച്ഛൻ്റെ മോളല്ലേ അച്ഛാന്ന് ചോദിക്കുന്നു. അന്നേരം ഈക്കൊരു ബോധമില്ലല്ലോ. എന്നിട്ട് ഇത് ഒരു തരത്തിൽ കുതറി ഓടി വീടിൻ്റെ പുറത്ത് എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുമെന്ന് പിറ്റേ ദിവസം നേരം വെളുക്കുന്നവരെ. അങ്ങനെയാണ്. അന്നേരം ഇന്ന് എൻ്റെ അച്ഛൻ വരും. അന്നേരം എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ് മിസ്സെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോൾ വിഷമിക്കേണ്ട, ഞാൻ അതിന് എന്തെങ്കിലും പരിഹാരം കാണാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പം തന്നെ പ്രിൻസിപ്പളിനെ പോയി കണ്ടിട്ട് സിസ്റ്ററിനോട് പറഞ്ഞു ഇങ്ങനെയുള്ള ഈ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു സിസ്റ്ററെ ആ കുട്ടിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സിസ്റ്റർ. അന്നേരം സിസ്റ്റർ ഒരു 3 മാസം അതിനെ ഹോസ്റ്റലിൽ നിർത്തിയ സൗകര്യമായിരിക്കും. അത് കഴിയുമ്പം അതിൻ്റെ പഠിത്തം കഴിയുന്നേരം പിന്നെ നമ്മൾ എവിടെയെങ്കിലും അതിനെ ആക്കിക്കോളാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ ഫീസ് വേണമെങ്കിൽ ഞാൻ തന്നോളാം സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റൽ ഫീസ്. എന്നിട്ട് സിസ്റ്റർ ഞെൽസത്ത് ഫീസൊന്നും തരണ്ട, അതിനോട് നാളെ മുതൽ വന്നോളാൻ പറഞ്ഞാണ്. അങ്ങനെ ഞാൻ അതിനെ ഹോസ്റ്റലിലാക്കി. എന്നിട്ട് അതിൻ്റെ അമ്മ അതിനോട് ഞാൻ പറഞ്ഞ് ഇതിൽ വിമൻസ് സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് ഞാനും കൂടെ പോയി വിമൻസ് സെല്ലിൽ ഞങ്ങൾ പോയി കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡിനെ വിളിച്ച് അവർ വാൺ ചെയ്യുകയും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ നിന്നും ടീച്ചർ ഒരുപാട് പദവികൾ അലങ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ നിരവധി അവാർഡുകളും ടീച്ചർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ആ അവാർഡുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? സഭാതാരം അവാർഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുടുംബജ്യോതി അവാർഡ്, ബെസ്റ്റ് വുമൺ വോളണ്ടിയർ അവാർഡ്, പ്രധാന അവാർഡ് അതാണ്. ഈ സഭാതാരം അവാർഡ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡ് തന്നെയാണ്. അത് സീറോ മലബാർ സഭ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പദവിയാണ് അത്, സഭാതാര അവാർഡ് എന്നുള്ളത്. അത് വളരെ കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൽ എന്ത് പ്രവർത്തനത്തെ സഭയിലും സമൂഹത്തിലുമുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു റിവാർഡാണത്. കുറച്ച് പേർക്കേ കിട്ടിയിട്ടുള്ളൂ. അതിൽ ഏക വനിതയാണ് ഞാൻ. ഏത് വർഷമായിരുന്നു അത്? 2013 കിട്ടിയത്. ഓക്കെ. പിന്നെ കുടുംബജ്യോതി അവാർഡ് എനിക്കും ഹസ്ബൻഡിനും കൂടെ കപ്പിൾസിനുള്ള അവാർഡായിരുന്നു അത്, കുടുംബജ്യോതി അവാർഡ്. അതും സഭയ്ക്കും സമൂഹത്തിനും ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അത് KCBC തന്ന അവാർഡായിരുന്നു. അത് 2003 ആ അവാർഡ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ മൂന്നാമത്തത് ബെസ്റ്റ് വുമൺ വോളണ്ടിയർ അവാർഡ്, അത് 2018 കിട്ടിയത്. എനിക്ക് സാന്ത്വനത്തിലുള്ള എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു ഇതായിട്ടാണ് കിട്ടിയത്. അത് നമ്മുടെ ലിദ്യ പ്രോഗ്രാമിനൊരു റോളുണ്ട്. കാര്യം എല്ലാ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുമ്പോഴും അവർ ലിദ്യയുടെ പ്രോഗ്രാം കാണുന്നവരിൽ നിന്ന് ഒരു ലിദ്യയെ കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്. എല്ലാവരുടെയും കൺക്ലൂഷൻ്റെ മെസ്സേജ് ഒന്ന് തന്നെയാണെങ്കിലും പറയുന്ന രീതിക്ക് വ്യത്യാസമുണ്ടാകും. ടീച്ചറിൻ്റെതായ രീതിയിൽ ടീച്ചറിൻ്റെതായ എക്സ്പീരിയൻസിലൂടെ പുതിയൊരു ലിദ്യയെ വാർത്തെടുക്കാനായിട്ട് ഒരു മെസ്സേജ് ഷെയർ ചെയ്യാവോ? ഇപ്പം പലരും വിചാരിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് വീട്ടിൽ പണിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഒന്നിനും സമയമില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമയം ഉണ്ടാക്കാൻ സാധിക്കും. എത്രയൊക്കെ തിരക്കാണെങ്കിലും നമുക്ക് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് കുറച്ച് സമയം നീക്കി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിന് പ്രായം ഒരു തടസ്സമേ അല്ല. പ്രൊഫഷണൽ ജീവിതത്തിലെയും കുടുംബ ജീവിതത്തിലെയും അതുപോലെ തന്നെ ശുശ്രൂഷ ജീവിതത്തിലൂടെ ഒരു ലിദ്യയായി മാറിയ കഥ വരെ ടീച്ചർ ഇതിനോടകം നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു. ടീച്ചറിൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. മറ്റൊരു ലിദ്യയുമായി അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം.